യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. ചങ്ങാതി വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. രക്ഷിക്കണേ, വേഗം പറന്ന് മാറിക്കോ. എന്റെ ചിറക് മുളച്ചിട്ടില്ല മാമ. നീ എന്തിനാ കൂട്ടിന്ന് പുറത്തിറങ്ങിയത്? ഞാൻ മമ്മിയെ കാണാഞ്ഞിട്ട് പുറത്തിറങ്ങിയതാ. കിന്നാരെ പറഞ്ഞു നിൽക്കാണ്ട് അവനെ വേഗം രക്ഷപ്പെടുത്ത്. തമ്പുവണ്ണ തീ എത്തി. ശരി പിങ്കി. തമ്പുവണ്ണ ഓടിക്കോ. You are welcome. ഈ ഓട്ടം ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ സ്വർണ്ണ മെഡൽ കിട്ടിയേനെ. സ്വർണ്ണ മെഡൽ കിട്ടിയില്ലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. നമ്മൾ ജീവൻ കൊണ്ട് ഓടിയത് കൊണ്ട് ഫ്രൈ ആയില്ല. പക്ഷെ ഓടാൻ കഴിവില്ലാത്ത ഒരുപാട് ജീവികൾ കത്തിപ്പോയിട്ടുണ്ടാവും, പാവങ്ങള്. ഇതെന്താ സുന്ദരി എപ്പോഴും കാടിന് തീ പിടിക്കുന്നത്? കത്തുന്ന ചൂടല്ലേ തമ്പുവണ്ണ, ഉണക്കപ്പുല്ലിന് തീ പിടിക്കുന്നതാ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തമ്പുവണ്ണ? സൂര്യനോട് കാര്യം പറയാന്നേ, നമുക്കിവിടെ ജീവിക്കണ്ടേ. അത് ശരിയാ, തമ്പുവണ്ണനൊന്ന് വിളിച്ചു പേടിപ്പിക്കേ. ഏയ്, നീ എന്താടാ ചിരിച്ചത്? കുറച്ച് പുല്ലിന് തീ പിടിച്ചപ്പോഴേക്കും തമ്പുവണ്ണൻ വാലും പൊക്കി ഓടിയത് സൂര്യൻ സാർ മോളിലിരുന്ന് കണ്ടോല്ലേ? എന്നിട്ടാ പേടിപ്പിക്കാൻ പോകുന്നത്. ചേട്ടായി പറഞ്ഞതിലും കാര്യമുണ്ട്. അണ്ണ ഉടക്കാനൊന്നും നിക്കണ്ട, വിളിച്ച് വിവരം പറഞ്ഞാ മതി. അത് മതിയല്ലേ? മതി അണ്ണ. അത് വേണ്ട, നമ്മുടെ കൂട്ടത്തിൽ പരമയോഗ്യൻ തമ്പുവണ്ണൻ തന്നെയാ. അണ്ണൻ തന്നെ സംസാരിച്ചാ മതി. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ തന്നെ സംസാരിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യൻ സാറേ. ഓ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്നാലും സാറ് തീരെ മനസാക്ഷിയില്ലാത്ത പണിയാ കാണിച്ചത്. ഞാൻ എന്ത് കാണിച്ചെന്ന്?
ഈ കാട് കത്തിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ? ഓ അത് ശരി, കാട് കത്തുന്നതാ കുഴപ്പം. ഞാനിങ്ങനെ നിന്ന് കത്താൻ തുടങ്ങിയിട്ട് കാലം എത്രയായെന്നറിയാമോ? അത് ദൈവം പറഞ്ഞിട്ടല്ലേ? ദൈവം പറഞ്ഞിട്ട് തന്നെയാ ഞാൻ കത്തുന്നത്. പക്ഷേ ഭൂമി ഇങ്ങനെ കത്തുന്നതിൽ ദൈവത്തിന് ഒരു പങ്കുമില്ല, എനിക്കും പങ്കില്ല. പിന്നെ ആരാ ഉത്തരവാദി? നിങ്ങൾ പോയി മനുഷ്യരോട് പരാതി പറയും, അവരാ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം. അതിന് മനുഷ്യരെന്ത് ചെയ്തു? അവരീ പ്രകൃതിയെ ചൂഷണം ചെയ്തതുകൊണ്ടാ ഇപ്പോൾ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തത്. അപ്പോ സൂര്യന് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല? ഇല്ല മക്കളെ, എന്റെ ചൂടിങ്ങനെ കൂടി കൂടി വരുന്നതല്ലാതെ കുറയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഹോ, എന്താ ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനാ പിങ്കി വന്നത്? ദാഹിച്ചെന്റെ തൊണ്ട പൊട്ടുന്നു. ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടോന്നറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ എവിടെന്നാ പിങ്കി വെള്ളം? ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നുവല്ലോ, അതിന്റെ അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടാവോന്ന് തോന്നി. ആ നദിയുടെ കണ്ണീര് പോലും വറ്റിയത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ഉണങ്ങിപ്പോയത്. മരത്തിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. നീ എന്തു നല്ല തണൽ മരമായിരുന്നു. ഞങ്ങളൊക്കെ കാട്ടിന്നിറങ്ങി വന്ന് കര കവിഞ്ഞൊഴുകുന്ന നദിന്ന് വയറു നിറയെ വെള്ളം കുടിച്ച് നിന്റെ ചോട്ടില് വന്നാ കിടക്കുന്നത്. നീ അത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ മറക്കാൻ പറ്റുമോ പിങ്കി? ചില ദിവസങ്ങളില് നിങ്ങള് കാറ്റും കൊണ്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങും. നീ എന്തിനാ ഇങ്ങനെ ഒടിഞ്ഞു തൊങ്ങി നിൽക്കുന്നേ? വീഴാൻ പാടില്ലേ? എനിക്കത് കാണാൻ വയ്യ. വീഴാം പിങ്കി. അതിനു മുമ്പ് ഉണങ്ങിപ്പോയ എന്റെ വേരുകളുടെ തുമ്പിലേക്ക് ഒരിറ്റു വെള്ളം വീണ് നനയണമെന്നുണ്ട്. എന്തിനാ? കുഞ്ഞുങ്ങൾ അമ്മയുടെ മാറിൽ നിന്ന് പാല് കുടിക്കുന്നത് പോലെ എന്റെ വേരുകൾ ഞാൻ തൈമരമായിരിക്കുമ്പോൾ മുതൽ ഈ നദിന്ന് വെള്ളം കുടിക്കുന്നതല്ലേ. അവസാനമായി എനിക്കൊരു തുള്ളി വെള്ളം കൂടി കുടിക്കണമെന്നുണ്ട്. വിഷമിക്കേണ്ട, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതെങ്ങനെ? ഞാൻ നിന്റെ ദേഹത്തെ ഇടിച്ച് എന്റെ നെറ്റി പൊട്ടിക്കാം. എന്റെ രക്തം കുടിച്ച് നീ ദാഹം തീർത്തോ. അയ്യോ, വേണ്ട വേണ്ട പിങ്കി, മോളത് ചെയ്യരുത്. ഒരുപാട് കാലം എനിക്ക് തണല് തന്ന നിന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തന്നില്ലെങ്കില് പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നെ? വേണ്ട പിങ്കി, വേണ്ട. പിങ്കി, പിങ്കി എന്തിനാ ഇത് ചെയ്തത്? എന്റെ ദാഹം തീർക്കാൻ വേണ്ടി ചെയ്തതാ. കുടിച്ചോ, എല്ലാം കുടിച്ചോ. നന്ദി കുട്ടികളെ, നന്ദി. നന്നായിരിക്കും. അച്ഛോ, മരം വീണല്ലോ. പാവം, വെള്ളം കുടിച്ച് ചത്തു. കണ്ണു തുറക്കു പിങ്കി. പിങ്കി, പിങ്കിക്ക് ഒന്നുമില്ല. കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. കണ്ണു തുറക്കു പിങ്കി. പിങ്കി. ഇല്ല കിട്ടു, നമ്മുടെ ശബ്ദം കേട്ടാ പിങ്കി കണ്ണു തുറക്കും. എല്ലാവരും വിളിക്കേ. പിങ്കി, പിങ്കി എണീക്ക്. പിങ്കി, പിങ്കി കണ്ണു തുറക്ക്. പിങ്കി, പിങ്കി എണീക്ക്. പിങ്കി, ഇതെന്ത് മറിമായം? ഹായ് മാലാകമാർ. കൂട്ടുകാരെ, ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയമില്ല. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിയത് പറഞ്ഞതുപോലെ ഭൂമിയുടെ ഉറവകളും വറ്റുകയാണ്. വായു, ജലം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളെന്ന് നാവിൻ തുമ്പിൽ അക്ഷരങ്ങൾ പഠിച്ചു വളരുന്ന കാലം തൊട്ട് എല്ലാ കുട്ടികളും ഉരുവിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ
ദീപനാളത്തിലേക്ക് പറന്നു വരുന്ന ചെറു പ്രാണികളെ പോലെ സൂര്യതാപമേറ്റ് എല്ലാവരും കരിഞ്ഞു വീഴും. എന്തൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾ നിങ്ങളെ ചില കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോവുകയാ. എന്ത് കാഴ്ചകളാ? പണ്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായ കാഴ്ചകളാ കാണിക്കുന്നത്. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എത്ര കാലം മുമ്പുള്ളതാ? ആദ്യം നമുക്ക് നിങ്ങളുടെ അപ്പാപ്പന്മാർ നിങ്ങളെ പോലെ കുട്ടികളായിരുന്ന കാലത്തെ കാഴ്ചകൾ കാണാം. അപ്പാപ്പന്മാരോ? എനിക്കത് കാണാൻ കൊതിയാവുന്നു. എന്നാ നമുക്ക് പോയാലോ? പക്ഷേ നമ്മൾ എങ്ങനെ പോകും? പഴയ കാലത്തിലേക്ക് പോവാൻ ബസ്സും ട്രെയിനൊന്നും ഇല്ലല്ലോ. അതിനൊക്കെ വഴിയുണ്ട്. കൂട്ടുകാരെല്ലാം കണ്ണുകൾ അടച്ച് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഇനി ഞങ്ങൾ പറയാതെ ആരും കണ്ണു തുറക്കരുത്. കേട്ടല്ലോ? തുറക്കില്ല. പിടിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇല്ല. ആ പൊക്കം കൂടിയ കുട്ടിയാ കിട്ടുവിന്റെ അപ്പൂപ്പൻ. മറ്റേത് പൊന്നുവിന്റെ അപ്പൂപ്പൻ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പൂപ്പൻ എന്നെ കാണുമ്പോ വലിയ സന്തോഷമാവും. അതെങ്ങനെയാ കിട്ടു? അവരിപ്പോ കുട്ടികളല്ലേ. ഇനി അവര് വലുതായി കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി. അവർക്കും കുട്ടികളുണ്ടാവണം. ആ കുട്ടികളാണ് നിങ്ങൾ. ഓ ശരിയാണല്ലോ. അവരെന്തിനാ ഈ തോട്ടീന്ന് മീൻ പിടിക്കുന്നേ? അക്വേറിയത്തിന് വാങ്ങിയാ പോരെ? അന്ന് അക്വേറിയം ഒന്നും ഇല്ല തക്കുടു. ഗോൾഡൻ ഫിഷ് ഇല്ലേ? ഇല്ല. ഈ തോട്ടിൽ എവിടുന്നാ ഗോൾഡൻ ഫിഷ്? ഈ വെള്ളം എവിടുന്നാ വരുന്നേ? അന്ന് പ്രകൃതിയെ ആരും ചൂഷണം ചെയ്തില്ല. അതുകൊണ്ട് കുളങ്ങളും തോടുകളും പുഴകളുമെല്ലാം കര കവിഞ്ഞൊഴുകി. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വെള്ളം ഇഷ്ടം പോലെ ലഭിച്ചു. കുഞ്ഞൻ അതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. അത് നിന്റെ മുതുമുത്തച്ഛൻ. എന്റെ മുത്തച്ഛന് ഇത്രയും ഗ്ലാമറോ? നിനക്ക് മുടുക്കത്തെ ഗ്ലാമർ ആടാ കുഞ്ഞ. ഓഹോ, കാട്ടിൽ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല. അല്ല മാലാകമാരെ, എങ്ങനെയാ കുഞ്ഞൻ കാട്ടിലും മുതുമുത്തച്ഛൻ നാട്ടിലുമായത്? കുഞ്ഞന്റെ അപ്പൂപ്പൻ നാട് വിട്ടതാ. അവരിങ്ങനെ അഴുക്കിലൊക്കെ ചവിട്ടി നടന്ന പേരൻസ് വഴക്ക് പറയില്ലേ? ഇല്ല ബെറ്റി, കുട്ടികൾ മണ്ണിൽ ചവിട്ടി നടക്കണം, പുറത്തു പോയി കളിക്കണം, കൂട്ടുകൂടി നടക്കണം, കുളിക്കാൻ തോന്നിയാൽ കുളിക്കണം, കളിക്കാൻ തോന്നിയാൽ കളിക്കണം. അവർക്കന്ന് എല്ലാ ഫ്രീഡവും ഉണ്ടായിരുന്നു. അപ്പോ ഹോംവർക്ക് ചെയ്യണ്ടേ? വേണ്ട. ട്യൂഷന് പോണ്ടേ? വേണ്ട. ഫുൾ A+ മേടിക്കണ്ടേ? വേണ്ട. അപ്പോൾ പേരൻസ് തല്ലില്ലേ? ഇല്ല. എനിക്കത് ഓർത്തിട്ട് തന്നെ കൊതിയാവുന്നു. കുട്ടിക്കാലത്ത് തന്നെ കൂട്ടുകാരോടൊത്ത് ഒരു ആഘോഷമാക്കി മാറ്റണം. തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷിച്ചും അവരെ ഉണ്ണീശോയുടെ മാർഗത്തിലൂടെ നടത്തുക മാത്രമാണ് അന്നത്തെ പേരൻസ് ചെയ്തത്. നല്ല പേരൻസ്. ഇന്നത്തെ പേരൻസും നല്ല പേരൻസാ. പക്ഷേ ഇന്ന് അന്നത്തെ പോലെ നല്ലത് പറഞ്ഞു തരാൻ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും പേരൻസിനായി. അതല്ലേ അവരെ സ്ട്രിക്റ്റ് ആവുന്നത്. അല്ലാതെ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? മാലാകമാരെ, ഞങ്ങൾക്കും ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കണം, മീൻ പിടിക്കണം, കുളത്തിലും പുഴയിലും എല്ലാം മുങ്ങി കളിക്കണം. ഇല്ല തക്കുടു,
ഈ കാണുന്ന കാഴ്ചകളൊന്നും ഇന്നില്ല. അതൊന്നും ഇനി തിരിച്ചു വരികയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എല്ലാവരും കണ്ണുകൾ അടച്ചോ, എന്നിട്ട് ഉണ്ണീശോയെ മനസ്സിൽ ധ്യാനിച്ചോ. ശരി. കണ്ടില്ലേ കൂട്ടുകാരെ, പുഴകളും കുളങ്ങളും ഒക്കെ വറ്റി തുടങ്ങി. പാടങ്ങൾ കൃഷി ചെയ്യാതെ വരണ്ടു ഉണങ്ങി. കിണറുകളും വറ്റി തുടങ്ങി. ആ ചൂണ്ടയിടുന്നത് ആരൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇല്ല. അത് തക്കുടുവിന്റെ ഡാഡി. ഇത് ബെറ്റിയുടെ ഡാഡി. അയ്യോ, ബാങ്ക് മാനേജറും എഞ്ചിനീയറുമാണോ ആ നിൽക്കുന്നത്? എന്റെ ഡാഡി മാനേജറായത് വലുതായിട്ടാ അല്ലേ മാലാകമാരെ? അതെ, അല്ലാതെ കുട്ടികളെ പിടിച്ചാരും ബാങ്ക് മാനേജർ ആക്കില്ലല്ലോ. എന്റെ ഡാഡി എന്നെ പോലെ തന്നെയാ, ഒരു പാവം. ബെറ്റി പാവമാണെന്ന് ആരാ പറഞ്ഞത്? എന്റെ ഡാഡി. ഡാഡി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അത് കാര്യമാക്കേണ്ട. ഇത് കണ്ടോ മാലാഖമാരെ, ഇവരെന്നെ കളിയാക്കുക. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ബെറ്റി എന്തിനാ പിണങ്ങുന്നത്? കുട്ടികൾക്ക് എപ്പോഴും നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം ട്ടോ. അതാരാണെന്ന് മനസ്സിലായോ? തമ്പുവിന്റെ മുത്തച്ഛനാ. എന്റെ മുത്തച്ഛൻ എങ്ങനെ നാട്ടിലെത്തി? മൂപ്പര് തെങ്ങോല തിന്നാൻ വേണ്ടി കാടിറങ്ങിയതാ. പാവം വഴിക്കുഴിയിൽ വീണുപോയി. പിന്നെ അവർ താപ്പാനകളെ കൊണ്ടുവന്ന് മുത്തശ്ശനെ കുഴിയിൽ നിന്നും കയറ്റി മെരുക്കിയെടുത്തു. താപ്പാനകളോ? കാട്ടാനകളെ വാരിക്കുഴിയിൽ നിന്ന് കയറ്റുന്ന ആനകളാ താപ്പാനകൾ. ഞാൻ മുത്തച്ഛനൊരു ഹായ് പറഞ്ഞാലോ? എന്തിന്? മുത്തശ്ശൻ കേൾക്കില്ല. ഇതൊരു മായാജാലം പോലെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ നിങ്ങൾ കാണുന്നതല്ലേ. ശരിയാ. അപ്പൂപ്പന്മാരുടെ നാടും നമ്മുടെ പേരൻസിന്റെ കുട്ടിക്കാലത്തെ നാടുമാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും അതെ. കാലം കഴിയും തോറും പ്രകൃതിയുടെ തനിമയും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. കുടിവെള്ളം പോലും കുപ്പിയിലാക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവരൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പണ്ടൊന്നും കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നില്ലേ? ഫ്രിഡ്ജ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയാണോ കൂൾ ഡ്രിങ്ക്സ്? മൺകുടങ്ങളിൽ തണുപ്പിക്കുന്ന വെള്ളം, കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന നല്ല ശുദ്ധമായ പച്ചവെള്ളം, ഇതൊക്കെയാണ് അന്ന് കുടിച്ചിരുന്നത്. പ്രകൃതിയുടെ ആവശ്യങ്ങൾ മനുഷ്യരറിഞ്ഞു. മനുഷ്യരുടെ ആവശ്യങ്ങൾ പ്രകൃതി അറിഞ്ഞു. അവർ തമ്മിൽ കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഇപ്പോൾ ശത്രുക്കളെ പോലെയല്ലേ പരസ്പരം പെരുമാറുന്നത്? അതല്ലേ കുടിവെള്ളം പോലും പ്രകൃതി തിരിച്ചെടുക്കുന്നത്. ഇനി നമുക്കും നിങ്ങളുടെ കാലത്തേക്ക് തിരിച്ചു പോയാലോ? അത് വേണോ? ഇതല്ലേ നല്ലത്. അപ്പോ തക്കുടുവിന്റെയും ബെറ്റിയുടെയും ഡാഡിമാര് ഇങ്ങനെ കുട്ടികളായി ജീവിച്ചാ മതിയോ? അയ്യോ, അത് പോരാ. നമുക്ക് തിരിച്ചു പോകാം. എന്നാൽ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, ഉണ്ണീശോയെ ധ്യാനിച്ചേ. ശരി. അതാ ഇന്നത്തെ ദുരവസ്ഥ. ഇങ്ങനെ പോയാൽ നിങ്ങൾ വലുതാകുമ്പോൾ ഈ ഭൂമിയിലെ അവസ്ഥ എന്തായിരിക്കും? മനുഷ്യർ കരയിൽ പിടിച്ചിട്ടിരിക്കുന്ന മത്സ്യങ്ങളെ പോലെയാവും. എനിക്ക് അത് ഓർത്തിട്ട് പേടിയാവുന്നു. കിട്ടു എന്തിനാ പേടിക്കുന്നത്? കിട്ടുവിന് എന്തെങ്കിലും പറ്റിയാൽ പൊന്നുവിന് വിഷമമാവില്ലേ? പൊന്നുവിന് എന്തെങ്കിലും പറ്റിയാൽ
തക്കുടുവിന് വിഷമമാവില്ലേ? തക്കുടുവിന് എന്തെങ്കിലും പറ്റിയാൽ തമ്പുവിന് വിഷമമാവില്ലേ? അതെന്തുകൊണ്ടാ? അത് നിങ്ങൾ കൂട്ടുകാരായതുകൊണ്ടാ. അതുപോലെ പ്രകൃതിയും നിങ്ങളും കൂട്ടുകാരായാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പ്രകൃതി ചെയ്യില്ല. സത്യമാണോ? അതെ, മാലാഖമാർ അസത്യം പറയില്ല.